ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ നിറവിനായി നന്ദി. കർത്താവിന്റെ കുരിശനായ സ്തോത്രം. ദൈവമായ കർത്താവെ, അങ്ങയുടെ സ്നേഹവും കരുതലുമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ മോചിച്ചു തരണമേ, ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ചു തരണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഈ സ്ഥലത്തെയും കർത്താവെ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിലായി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദൈവമക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഇവർ അഭിഷേകം പ്രാപിക്കട്ടെ. ഇവർ ഇരിക്കുന്ന സ്ഥലം, ഇവരുടെ മനസ്സെല്ലാം അഭിഷേകം കൊണ്ട് നിറയട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ബലം കായ്പാനായിട്ട് കർത്താവെ, ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അഭിഷേകം ചെയ്യണമേ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനും കൃപയ്ക്കുമായി കരുണയ്ക്കുമായിട്ട് നന്ദി പറയുന്നു. വചനം കേൾപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഉപദേശമാണ്. ഇന്നത്തെ ദിവസം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് തരുന്ന ഉപദേശമാണ്. ഒന്ന്, നിങ്ങൾ മത്സരിക്കരുത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തോട് മത്സരിച്ചു. പല രീതിയിൽ ദൈവത്തെ അവർ അറിഞ്ഞിട്ടും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായില്ല. ദൈവത്തിനെതിരെ പിറുപിറുത്തു. ദൈവം പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് അനുസരിക്കാതെ തന്റെ ചിന്തയിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ആത്മീയമായ മത്സരം എന്ന് പറയുന്നത്. ദൈവം ദൈവമാണെന്ന് വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം ഒരു നാൾ പ്രവർത്തിച്ചു. പിന്നീട് ആ ദൈവത്തിന് വിധേയപ്പെടാതെ ലോകത്തിന്റെയും പാപത്തിന്റെയും മോഹത്തിന്റെയും അശുദ്ധിയുടെയും ലൗകിക ചിന്തകളുടെയും പിന്നാലെ പോകുന്നതാണ് ദൈവികമായ ദൈവത്തോടുള്ള മത്സരം എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം, ഞാനും നിങ്ങളും മത്സരിക്കുന്നവരാകരുത്. മത്സരിച്ചാൽ എന്താണ് പ്രയാസം? മരുഭൂമിയിൽ അവർ മത്സരിച്ചതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾ കൊണ്ട് എത്തേണ്ടിയിരുന്ന അനുഗ്രഹത്തിലേക്ക്, അനുഗ്രഹ ദേശത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ശാപങ്ങളുടെയും പൈശാചിക ബന്ധങ്ങളുടെയും പിന്നില് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴെങ്കിലും മത്സരതുല്യമായ പ്രവൃത്തിയോ വാക്കോ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് അതിൽ ഒരു വിടുതൽ കിട്ടുന്ന, ദൈവത്തോട് വീണ്ടും ചേരാനുള്ള ഒരു ദിവസമായി മാറട്ടെ. 2, മത്സരം ഉപേക്ഷിച്ച് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തന്നെ സമർപ്പിക്കുക. 2 സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. 1, നീ മത്സരിക്കരുത് ദൈവത്തോട്. 2, നിന്റെ സമർപ്പണത്തെ നീ ദിവസവും പുതുക്കണം. നീ സമർപ്പിച്ചതാണ് നിന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക്. അവന്റെ ശബ്ദം കേൾപ്പാൻ, ഞാനിനി അകൃത്യം ചെയ്യില്ല, ഞാനിനി പാപം ചെയ്യില്ല, ഞാനിനി വിശുദ്ധനായി ജീവിക്കും, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നടക്കും. അങ്ങനെ സമർപ്പണം വീണ്ടും നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ സമർപ്പണം പുതുക്കുക. നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ ആരാണ്. ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇരുട്ടിന്റെ മക്കളല്ല, പ്രകാശത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. 1, നിങ്ങൾ മത്സരം ഉപേക്ഷിക്കുക. 2, സമർപ്പിക്കുക. നിങ്ങൾ
ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളിലും ഒക്കെ ഒരു അത്ഭുതകരമായ സാന്നിധ്യം അതുവഴി ഉണ്ടാവുകയാണ്. നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്ന ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവർക്കൊരു മാനസാന്തരം വരട്ടെ. ഇവരിലുള്ള മത്സര സ്വഭാവം വിട്ടുപോകട്ടെ. കർത്താവിന് വിധേയപ്പെടുവാൻ, യേശുവിന്റെ വചനം മനസ്സിലാക്കുവാൻ, പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാൻ ഇവരെ കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവ് ദിവസവും സമർപ്പിച്ച് വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ഈ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തെ വ്യാപരിപ്പിച്ച് ഈ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുകയും നേർവഴി നടത്തുകയും ജ്ഞാനം ഉപദേശിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പൈശാചിക ബാധകളും ബന്ധനങ്ങളും കർത്താവിന്റെ തിരുരക്തത്തിൽ ഇപ്പോൾ പൊട്ടപ്പെട്ടു പോകട്ടെ. ഈ ജനം വിശുദ്ധമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസവും 2 ശുശ്രൂഷകൾ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു. എല്ലാ ദിവസവും പകൽ നേരം 2 മണിക്കുള്ള 7 മിനിറ്റോടടുത്തുള്ള ഈ കൊച്ചു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് സമയം കുറവുള്ള സമയത്തെല്ലാം ഇത് ഉപയോഗിക്കുക. വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ 8 മണി മുതൽ 1 മണിക്കൂറോളം പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഇതിൽ പങ്കുചേരുക. നിങ്ങളുടെ ജീവിതത്തിന്റെ 23 മണിക്കൂറും ദൈവം നിങ്ങൾക്ക് ലാഭമാക്കി തരും. നിങ്ങളൊരു അനുഗ്രഹമാകും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഏറ്റവും വലിയ സ്വർഗീയ ആ കൂട്ടത്തിന്റെ അനുഗ്രഹ സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നാളും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.